ഇന്നിപ്പം വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ഇടിയപ്പമാണ് ബനാന ഇടിയപ്പം. അപ്പം കറികളൊന്നും ആവശ്യമില്ല. രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റുണ്ട്. അപ്പം കറിക്ക് പകരം നമുക്ക് തേങ്ങാപ്പാലോ പഞ്ചസാരയോ, ഇതിന് തന്നെ മധുരമുണ്ട്, ആ ഏത്തപ്പഴത്തിൻ്റെ മധുരമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 2 പീസ് ഏത്തപ്പഴം, അതായത് ഒരു ഫുള്ള് ഏത്തപ്പഴം രണ്ടാക്കി മുറിച്ച്, അത് കുറച്ച് കൂടുതലെണ്ണം പുഴുങ്ങിയിരുന്നു പുട്ടിന് വേണ്ടി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 2 കഷ്ണം എടുത്തിട്ട് അതിലോട്ട് ഒരു അരനാഴി അരിപ്പൊടിയും ഒരു 2 സ്പൂണ് തിളച്ച വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് കുറച്ചൊരു ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിനിപ്പം വാഴയിലയിലോട്ട് നമ്മൾ ഡയറക്റ്റ് ഇഡലിയുടെ തട്ടിലോട്ട് നമുക്ക് ചുറ്റിച്ച് കൊടുക്കാം. ഞാനിപ്പം വാഴയിലയിലോട്ട് തേങ്ങ ഇട്ടിട്ട് അതിലോട്ട് ഇടിയപ്പത്തിൻ്റെ മറ്റേ അച്ചിൽ വെച്ച് ചുറ്റിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ അച്ചിലൊന്ന് ഞാൻ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്, അവിടെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. എണ്ണ തേച്ച് കൊടുക്കുകയാണെങ്കിൽ മാവ് അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. അങ്ങനെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം ചുറ്റിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഒരു അരനാഴി മാവും 2 ഏത്തപ്പഴം കൊണ്ട് ഒരു 8 ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്യാം. ഒരു 5 മിനിറ്റ് കൊണ്ട് ആവിയേറ്റി എടുക്കുകയും ചെയ്യാം നമുക്ക്. ചുറ്റിച്ചെടുത്തതിന് ശേഷം അപ്പച്ചെമ്പിലോട്ട് ഞാനൊരു 5 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് വെന്തം കിട്ടുന്നതാണ്. ഇനി വളരെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കറികളൊന്നും വേണ്ടിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ വെറൈറ്റി ആവിയേറ്റി പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ 2 തട്ടിലും വെച്ചായിരുന്നു ചെയ്യണം. അപ്പോൾ 8 എണ്ണം ടോട്ടൽ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. you.